മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 13ാമത്തെ പാർട്ട് 2 കട്ടിങ് ആണ് കാണിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് എ ലൈൻ കുർത്തിയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു തുണി എടുക്കുകയാണെങ്കിൽ ആ തുണിയുടെ ഡിസൈൻ നോക്കി വേണം നമ്മൾ തുണി മടക്കാനായിട്ട്. ഇതിപ്പോ ഒരു തുണിയാന്ന് വിചാരിക്കുക. ഈ തുണിയുടെ ഡിസൈൻ ഇങ്ങനെ താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിനാദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആദ്യം മടക്കിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് മടക്കി. അപ്പൊ ആ ഡിസൈൻ ഇങ്ങനെ താഴോട്ട് തന്നെയാണ് വരിക. അപ്പൊ എന്താണ്, ഇവിടെ ഫോൾഡ് ആയിരിക്കും, ഇവിടെയും ഫോൾഡ് ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇങ്ങനെ ഡിസൈൻ താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ രണ്ടാക്കി മടക്കി മുകളിൽ നിന്ന് താഴേക്ക് മടക്കി. ഇവിടെ ഫോൾഡ് ആയിരിക്കും, ഇവിടെ ഫോൾഡ് ആയിരിക്കും. ഈ ഭാഗത്താണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത്. ഇനിയിപ്പൊ തുണിയുടെ ഡിസൈൻ ഇങ്ങനെ താഴോട്ട് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഈ തുണിയെ നമ്മൾ ആദ്യം നേരത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മടക്കിയതിന് പകരം താഴെന്ന് മുകളിലേക്ക് ആദ്യം മടക്കി. കണ്ടില്ലേ? അപ്പൊ ഈ സൈഡ് ഫോൾഡ് ആണ്, ഈ സൈഡ് ഓപ്പണിങ് വന്നു. അതിനെ ഒന്നും കൂടി മടക്കി. അപ്പൊ ഈ സൈഡ് ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയി. കണ്ടോ? ഈ സൈഡില് ഇങ്ങനെയാണ് കിട്ടുക, പറഞ്ഞ ഓപ്പണിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ സൈഡ് വേണം, ഇവിടെ വേണം നെക്ക് അടയാളപ്പെടുത്താൻ. ഒന്നുകൂടി പറയാം. ഇങ്ങനെയുള്ള തുണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ തുണി മടക്കിയത് താഴോട്ടായിരുന്നു ഡിസൈൻ വന്നത്, അതുകൊണ്ടാണ് അങ്ങനെ മടക്കിയത്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് അങ്ങനെയാണ് ഡിസൈൻ എന്നുണ്ടെങ്കിൽ ഈ തുണി ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കാം, എന്നിട്ട് അതിനൊന്നും കൂടി മടക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം വേണം നമ്മൾ സെന്ററായിട്ട് എടുക്കാൻ. ഇവിടെ നെക്ക് വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിപ്പോ ഒരു ലൈനിങ് തുണിയാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ എനിക്ക് ആവശ്യമുള്ള അളവ് എ ലൈൻ കുർത്തിക്ക് എനിക്ക് ഫുൾ ലെങ്ത് 46 ഇഞ്ചാണ്. ഇപ്പൊ എനിക്ക് ആവശ്യം 47 ഇഞ്ചാണ് ആവശ്യം. ഞാൻ ഇപ്പൊ ലൈനിങ് ആയതുകൊണ്ട് ഈ 46-ന്ന് 1 ഇഞ്ചിൽ 2 ഇഞ്ചും നമുക്ക് കുറയ്ക്കാം ലൈനിങ്ങിന് വേണ്ടി. അപ്പൊ ഞാൻ ഇതിപ്പോ എന്തോരം ഇറക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. ഇതിപ്പോ എനിക്ക് 45 ഇഞ്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് 45 തന്നെ ആയിട്ട് എടുക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ 46-ന്ന് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചെങ്കിലും 2 ഇഞ്ചെങ്കിലും കുറവായിരിക്കും എപ്പോഴും ലൈനിങ്ങിന് നമ്മൾ എടുക്കുന്നത്. അടുത്ത ഷോൾഡർ അടയാളപ്പെടുത്താണ്. ഷോൾഡർ എനിക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് 6.25 ഞാൻ ഇതാണ് എന്റെ സെന്റർ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6.25 അടയാളപ്പെടുത്തി. ആം ഹോൾ ലെങ്ത് എനിക്ക് എത്രയാണെന്ന് അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കണേ എന്നുള്ളത് ഇതിന് തൊട്ട് മുൻപത്തെ വീഡിയോയില് സ്റ്റിച്ചിങ് ക്ലാസ് 12ാമത്തേൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ആം ഹോൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 6.25 കൊടുത്തേ, അത്രേ തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് താഴേക്ക് 6.25 തന്നെ അടയാളപ്പെടുത്താണ്. കണ്ടു? ഇവിടെ ഇങ്ങനെ 6.25 അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ വരച്ചതിന്റെ നേർപകുതി കണ്ടുപിടിക്കുക. പകുതി ഞാനിവിടെ അടയാളപ്പെടുത്തി. ചെസ്റ്റ് നമുക്ക് 9.4 ആണ്. ബോഡി നിന്ന് എടുത്തേക്കണ കണക്ക് പ്രകാരം 7.9 വരും. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 7.9 അടയാളപ്പെടുത്താം. അവിടുന്ന് 1/2 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇപ്പൊ ലൂസ് വരെയുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ കോർണറിന് ഈ ലൂസ് വരെയുള്ള ഭാഗം എത്രയാണോ നോക്കാം. അതിന്റെ നേർപകുതി, ഇവിടെ ലൂസ് വരെയുള്ള ഭാഗം 2.25 വന്നു. അതിന്റെ നേർപകുതി എന്ന് പറയുമ്പോൾ 1.1 വരും. അപ്പൊ എന്ത് ചെയ്യണം, ഈ കോർണറിൽ നിന്ന് 1.1 എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഞ്ച് കർവ് എടുത്തിട്ട് നമ്മുടെ ബോഡിൽ നിന്ന് എടുത്തേക്കണ 7.9 ഉണ്ടല്ലോ, അവിടെയും കൂട്ടി വെക്കുക, ഈ മിഡ് പോയിന്റും വെക്കുക. എന്നിട്ട് ഈ ഫ്രിഞ്ച് കർവിന്റെ ഈ സൈഡ് എപ്പോഴും ഈ വരച്ചേക്കണ വരയിൽ ഇങ്ങനെ മുട്ടണം.
മുട്ടയിട്ട് വേണ്ട ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ അവിടെ തന്നെയാണ് ഈ കർവ് വരച്ചപ്പോൾ കടന്നുപോയത്. ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുൻപത്തെ സ്റ്റിച്ചിങ് ക്ലാസ് 12 ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 12 എടുത്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. എന്നിട്ട് നമുക്ക് എന്തിനാ ആം കർവ് നമുക്ക് എത്രയാണ് ആവശ്യം? 7.5 ആണ്. ഷോൾഡർ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് വിട്ടു. ഈ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ അളന്ന് നോക്കാണ്. എനിക്ക് എത്ര വേണം? 7.5 വേണം. അളന്ന് നോക്കുന്നത് എവിടത്തുള്ള ഒരു ലൂസ് വരെയാണ് അളന്ന് നോക്കണേ. എനിക്കിപ്പോ ഇത് 7.25 ഉള്ളൂ. ഞാൻ എന്തൊരു ഒരു 1/2 ഇഞ്ചും കൂടി താഴേക്ക് ഇറക്കി ഞാൻ ഒന്ന് വരയ്ക്കാണ്. എന്ത് ചെയ്യണം? ഇത് നമ്മൾ മാച്ച് കളയണം. ഇനിയിപ്പൊ ഞാൻ വേറൊരു ചോക്ക് എടുത്ത് കാട്ടിത്തരാം. എന്നിട്ട് ഇനി വരയ്ക്കാൻ പോകും. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ഇറക്കി എടുത്തല്ലോ. ഇനി മൊത്തം ഇപ്പൊ എത്രയായി? 6.25 നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയത്. ഇപ്പൊ 6.25. അതിന്റെ നേർപകുതി കാണാം. നേർപകുതി കാണുമ്പോ ഇവിടെ വരും. കണ്ടില്ലേ? ഇനി ബോർഡിൽ നിന്നെടുത്തുന്ന അളവ് പ്രകാരം ചെസ്റ്റ് റൗണ്ട് നമുക്ക് ബോർഡിൽ നിന്നെടുത്തുന്ന അളവ് പ്രകാരം നമുക്ക് കിട്ടുന്നത് 7.9 ആണ്. ഞാൻ 7.9 അടയാളപ്പെടുത്തി. അവിടുന്ന് 1/2 ഇഞ്ച് ലൂസ് അടയാളപ്പെടുത്തി. 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഈ ലൂസ് വരെ ഉള്ളത് എത്രയാണോ നോക്കാം. അതിന്റെ നേർപകുതി എടുക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടിയ? 1.1 നമുക്ക് വരും. അപ്പൊ ഒന്നെങ്കിൽ ഫ്രഞ്ച് കർവ് ഇല്ലാത്തവരാണെങ്കിൽ ഈ കോർണറിൽ നിന്ന് ലൂസ് വരെ എത്രയാണോ നോക്കുക, അതിന്റെ നേർപകുതി എടുക്കുക. അപ്പൊ 1.1 വരും. 1.1 നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി. കണ്ട, ഈ ഒരു റോയിൽ കൂടെ വരണം. നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്രഞ്ച് കർവ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ മിഡ് പോയിന്റും ഈ ബോർഡിൽ നിന്ന് എടുത്തേക്കണ ആദ്യത്തെ പോയിന്റ് ഇല്ലേ, അത് 7.9 കിട്ടിയിരിക്കുന്നത്, അത് തമ്മിലാണ് കൂട്ടി വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഫ്രഞ്ച് കർവിന്റെ ഈ ഭാഗം നമ്മൾ വരച്ചേക്കണ ഈ അളവില് ഈ വരയിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. കണ്ടാ? അപ്പൊ നമ്മൾ അടയാളപ്പെടുത്തിയേക്കണ ആ ഒരു അളവിൽ കൂടി പോയത് കണ്ട. ഇപ്പൊ ഫ്രഞ്ച് കർവ് ഉള്ളവർ അങ്ങനെ ചെയ്യാ. ഇല്ലാത്തവര് ഈ പറഞ്ഞ പോലെ നേരത്തെ കാട്ടി നിന്ന പോലെ എടുത്ത് നമുക്ക് ചെയ്യാം. ഇതിന് നിസ്സാര പൈസയേ ഉള്ളൂ. അപ്പൊ ഇത് വാങ്ങുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ? അപ്പൊ ഇനി നമുക്ക് ആം റൗണ്ട് അളന്ന് നോക്കാം. ഇവിടെ ആം റൗണ്ട് അളക്കണതിന് മുൻപ് നമ്മൾ ഷോൾഡറിൽ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് 1/2 ഇഞ്ച് വിട്ടു. അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്ന് വേണം ലൂസ് വരെയുള്ള ഭാഗം വേണം അളന്ന് നോക്കാനായിട്ട്. എത്ര? 7.5 ആണ് ആവശ്യം. ഇതിപ്പോ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് 7.25 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിപ്പോ മൊത്തത്തിൽ ഇപ്പൊ 6.25 വരച്ചേക്കണേ. ഒരു 6.5 ആം ഹോൾ ലെങ്ത് ഇപ്പൊ 6.25 കൊടുത്തേണേ. ഇനിയിപ്പോ ഒരു 6.5 വരത്തക്ക രീതിയിൽ നമുക്ക് ആം ഹോൾ ലെങ്ത് എടുത്ത് വരയ്ക്കാം. ഞാനിങ്ങനെ 2-3 തവണ എടുത്ത് കാട്ടി തരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ്. ആം ഹോളിന്റെ അവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അത് തുടക്കത്തിലായതുകൊണ്ടാണ്. 2-3 തവണ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ എത്ര എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആം ഹോൾ ലെങ്ത് ഇപ്പൊ എടുത്തേക്കുന്നത് 6.5 ആണ്. തുടക്കത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ പോലെ എല്ലാവർക്കും വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാകും. ഞാനിപ്പോ ഇങ്ങനെ കാട്ടിത്തരുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയാണ്. 6.5 ആണ് അല്ലേ? ഈ 6.5യുടെ നേർപകുതി എടുക്കുക, അവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ബോർഡിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം നമുക്ക് എത്ര വരും? 7.9 വന്നു. അത് അടയാളപ്പെടുത്തി. 1/2 ഇഞ്ച് നമ്മൾ ലൂസ് അടയാളപ്പെടുത്തി. 1 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്തു? തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി. കണ്ടില്ലേ? ഒന്നെങ്കിൽ
ഈ കോർണറിൽ നിന്ന് ലൂസ് വരെയുള്ളത് എത്രയാന്ന് നോക്കുക. അതിന്റെ നേർപകുതി എടുത്തിട്ട് ഈ കോർണറിന് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ഫ്രഞ്ച് കർവിന്റെ ഈ ഭാഗം ഈ വരച്ചേക്കണ വരയിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ബോർഡിൽ നിർത്തുന്ന പോയിന്റില്ലേ, ആ പോയിന്റിലേക്ക് വേണം ഈ മിഡ് പോയിന്റും ഈ പോയിന്റും നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ വരച്ചു, കണ്ടില്ലേ? മേലേന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ഈ മിഡ് പോയിന്റ് അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കേറോട് കൂടി ബോർഡിൽ നിന്നെടുത്തേണ അളവിലേക്ക് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വേണം പോവാൻ. അപ്പൊ നമുക്കിനി ആം റൗണ്ട് അളന്ന് നോക്കാം. ആം റൗണ്ട് നമുക്ക് എത്ര വേണ്ട? 7.25. ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കാനുള്ള 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കിത് 7.25 ഉണ്ടോ എന്ന് നോക്കാം. കറക്റ്റ് ഇത് 7.25 ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായി? ഇവിടെ നമുക്ക് ഷോൾഡർ നമുക്ക് കിട്ടിയേക്കുന്നത് 6.25 ആം ഹോൾ ലെങ്ത് നമുക്ക് കിട്ടിയത് 6.5 ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള അടയാളപ്പെടുത്താം. ചെസ്റ്റ് ആണ് അടയാളപ്പെടുത്തിയത്. നമ്മളിവിടെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അത് നമ്മൾക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നീട്ടി വരയ്ക്കാം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് മിഡ് വേസ്റ്റ് ലെങ്ത് ഒക്കെ നമ്മൾ എടുക്കണം. അതിന് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഈ 1/2 ഇഞ്ച് ഞാനിവിടെ നീട്ടി വരച്ചു. അടുത്തെന്താണ്? മിഡ് വേസ്റ്റ് ലെങ്ത്. ഇനി ബ്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, അതായത് ചെസ്റ്റിനേക്കാളും കൂടുതൽ ബ്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടുത്തെ ബ്രസ്റ്റ് റൗണ്ടും അടയാളപ്പെടുത്തണം. പിന്നെ നേരിട്ട് മിഡ് വേസ്റ്റ് റൗണ്ടിലേക്ക് മിഡ് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താണ്. 12 ഇഞ്ചിലാണ് എനിക്ക് 28 ഇഞ്ച് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ മിഡ് വേസ്റ്റ് ലെങ്ത് എനിക്ക് വരുന്നത് 12 ഇഞ്ചാണ്. അവിടുന്ന് മിഡ് വേസ്റ്റ് റൗണ്ട് വരുന്നത് എത്രയാണ്? മിഡ് വേസ്റ്റ് റൗണ്ട് വരുന്നത് 7. ബോർഡിൽ നിന്ന് നിർത്തിയേക്കണ കണക്ക് പ്രകാരം മിഡ് വേസ്റ്റ് റൗണ്ട് വരുന്നത് 7. 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെ ഇങ്ങനെ വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇവിടെയാണ് മിഡ് വേസ്റ്റ് ലെങ്ത് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് ഈ പറഞ്ഞ പോലെ വയറുണ്ടെങ്കിൽ മാത്രം വേസ്റ്റ് റൗണ്ട് എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്താം. വയറുള്ളവരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ലെങ്ത് എടുക്കുക. എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേസ്റ്റ് ലെങ്ത് ഇവിടെ വരുന്നത് 17. 17 ഇഞ്ച് എവിടെ വരുന്നത് വെച്ചാൽ അടയാളപ്പെടുത്തി. എന്നിട്ട് എനിക്ക് വേസ്റ്റ് റൗണ്ട് ബോഡി നിർത്തിയണ കണക്ക് പ്രകാരം 7.8 വരും. അപ്പൊ 7.8 അടയാളപ്പെടുത്തി. അവിടുന്ന് എന്ത് ചെയ്തു? 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും അടയാളപ്പെടുത്താം. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോ എന്താണ്? ഇതിപ്പോ ചെസ്റ്റ് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഇത് മിഡ് വേസ്റ്റ്, ഇത് വേസ്റ്റ്. ഇതിന്റെ ഇടയില് ബ്രസ്റ്റ് ചെസ്റ്റിനേക്കാൾ കൂടുതലാണ് ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമുക്ക് ബ്രസ്റ്റ് അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ വേസ്റ്റ്, അതായത് വയറുണ്ടെങ്കിൽ മാത്രമേ വേസ്റ്റിന്റെ അവിടുത്തെ അളവ് എടുത്താൽ മതി. ഇല്ലെങ്കിൽ നേരെ ഹിപ്പിന്റെ അളവ് മാത്രം എടുത്താലും മതി. ഇവിടെ ഹിപ്പ് ലെങ്ത് നമുക്ക് വരുന്നത് 20 ആണ്. 20 ഇഞ്ച് എവിടെ വരുന്നത് നോക്കി അത് അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടെ എനിക്ക് ബോർഡിൽ നിന്ന് എടുത്തേക്കണ കണക്ക് പ്രകാരം എനിക്ക് 9.1 എനിക്ക് വരുന്നത്. 1/2 ഇഞ്ച് ഞാൻ ലൂസ് അടയാളപ്പെടുത്തി, 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ഹിപ്പ്. ചെസ്റ്റ്, ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ബ്രസ്റ്റിന്റെ അളവ് അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞാൽ മിഡ് വേസ്റ്റ്, അതായത് ഷേപ്പ് എന്നൊക്കെ പറയില്ലേ അത്. വയറുണ്ടെങ്കിൽ വേസ്റ്റിന്റെ അവിടുത്തെ അടയാളപ്പെടുത്താം. ഇത് ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്താം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് എ ലൈൻ കുർത്തി ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കാം. ഇവിടെ ബ്രസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തുന്നില്ല, കാരണം നമ്മളത് അളവെടുത്തിട്ടില്ല. തമ്മിൽ കൂട്ടി വരച്ചു.
അത് സീം അലവൻസ് ആണ് ഇപ്പൊ ഞാൻ ആദ്യം കൂട്ടി യോജിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ലൂസ് ബോർഡിൽ നിർത്തുന്ന അളവ് കഴിഞ്ഞിട്ട് ഒരു ലൂസ് 1/2 ഇഞ്ച് കൊടുത്തിട്ടില്ലേ, 1/2 ഇഞ്ച് എന്നുള്ളത് 1 ഇഞ്ച്, 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, 1 ഇഞ്ച് വരെ ലൂസ് കൊടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ്. തയ്യൽ തുമ്പ് 1 ഇഞ്ചിന് പകരം 1/2 ഇഞ്ച് കൊടുത്തു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ മാച്ച് രണ്ടാമത് വരച്ചേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ കൂട്ടി വരയ്ക്കുക. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. ഇത്ര അടയാളപ്പെടുത്തിയില്ലേ. ഇനി അടുത്തത് ബോഡിൽ നിന്ന് എടുത്തേക്കണ അളവ് കഴിഞ്ഞിട്ടുള്ള ലൂസ് ഇല്ലേ, അതാണ് നമ്മളിപ്പോ കൂട്ടി യോജിപ്പിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള വെച്ചാല് വയറ് ഉണ്ടെങ്കിൽ വേസ്റ്റിന്റെ അവിടുത്തെ ലെങ്ത് വേസ്റ്റ് റൗണ്ട് എടുക്കണം, അല്ലെങ്കിൽ നേരെ ഹിപ്പ് എടുത്താൽ മതി. ഹിപ്പ് എടുക്കുമ്പോ എപ്പോഴും ഹിപ്പിനേക്കാളും കൂടുതലാണ് വയറ് എന്നുണ്ടെങ്കിൽ, വേസ്റ്റ് റൗണ്ട് എന്നുണ്ടെങ്കിൽ ആ അളവ് വേണം നമ്മൾ ഹിപ്പിന്റെ അവിടെ അടയാളപ്പെടുത്താനായിട്ട്. അപ്പൊ ഞാനിപ്പോ പറയാണ്, ഹിപ്പ് റൗണ്ട് എനിക്ക് 10ഉം വേസ്റ്റ് റൗണ്ട് എനിക്ക് ഇപ്പൊ ഒരു 11ആണ് കിട്ടിയെന്ന് വിചാരിക്കേ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നേക്കണേ 11 ഇഞ്ച്, ഹിപ്പ് 10 ഉള്ളൂ. അപ്പൊ ഈ 11 ഇഞ്ച് വേണം താഴെ ഹിപ്പിന്റെ അവിടെ അടയാളപ്പെടുത്താൻ. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടാം. അപ്പൊ 11.5. അപ്പൊ വേസ്റ്റ് എനിക്ക് 11 ആണെങ്കിൽ എനിക്ക് ഹിപ്പിന്റെ അവിടെ ഒരു 11.5 എങ്കിലും കൊടുത്ത് വേണം അടയാളപ്പെടുത്താനായിട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഹിപ്പിനേക്കാളും കൂടുതൽ എനിക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടുകയാണെങ്കിൽ ആ വേസ്റ്റ് റൗണ്ട് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കുറഞ്ഞത് കൂട്ടിയിട്ട് വേണം ഹിപ്പിന്റെ അവിടെ അടയാളപ്പെടുത്താൻ. അല്ലാതെ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് പ്രകാരം അടയാളപ്പെടുത്തി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കും, അത് ഭയങ്കര വൃത്തികേടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും വേസ്റ്റ് ആണ് കൂടുതൽ, വയറിന്റെ ഭാഗമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ അളവിനോട് കൂടി ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ കൂട്ടി വേണം ഹിപ്പ് അടയാളപ്പെടുത്താനായിട്ട്. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അതെങ്ങനെയാന്ന് വെച്ച് ഞാൻ വരച്ച് കാട്ടിത്തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടത്തുള്ളവര് ക്ലിയർ ആയില്ലേ. ഇനി ഇതുപോലെ പോയിന്റ് പോലെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രഞ്ച് കർവ് വെച്ച് ജസ്റ്റ് ഒരു ഇങ്ങനെ ചെരിച്ചൊന്ന് വരയ്ക്കാം. വന്നിട്ടുണ്ടെങ്കിൽ ഒരു കേർവ് പോലെ ഇവിടെ കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കാം. അപ്പൊ ഈ പോയിന്റ് പോലെ നിൽക്കാണ്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണല്ലോ ഹിപ്പ് നമുക്ക് വന്നേക്കുന്നത് ടോട്ടല് 10.6 നമ്മള് ഇങ്ങനെ വെക്കുക. അതായത് വേസ്റ്റിന് ഹിപ്പിലേക്ക് അടയാളപ്പെടുത്തില്ല, ഈ ഒരു ചെരുവില്ലേ ആ ഒരു ചെരുവില് നമുക്ക് മാക്സിമം ആ ഒരു ചെരുവ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ വരച്ച് അടയാളപ്പെടുത്താവുന്നതാണ്. ഇതിപ്പോ ലൈനിങ് തുണി ആയതുകൊണ്ട് എക്സ്ട്രാ പീസ് ഒന്നും ഞാനിപ്പോ ഇവിടെ വെക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് എന്തോരാണോ ഉള്ളത് അത്ര മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നല്ല തുണിയിൽ ഞാനത് എങ്ങനെയാന്ന് വെച്ചാൽ വരച്ച് കാട്ടിത്തരാം. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാണ്. നമ്മൾ ആദ്യം ലെങ്ത് അടയാളപ്പെടുത്തി, അത് കഴിഞ്ഞിട്ട് ഷോൾഡർ എപ്പോഴും നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. അത് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 1 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സ്റ്റിച്ചിങ് ക്ലാസ് 2 അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് ആ ഷോൾഡർ നമുക്ക് എത്രയാണ് കിട്ടിയത് അളവ് പ്രകാരം ആം ഹോള് ലെങ്ത് നമ്മൾ വരച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ആം ഹോൾ കർവ് അടയാളപ്പെടുത്തി നമ്മൾക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയേക്കുന്ന ആം ഹോൾ കർവിന്റെ ആ അളവ് കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയാണ് കുറവ് അല്ലെങ്കിൽ എത്രയാണ് കൂടുതൽ നോക്കിയിട്ട് ഈ വരച്ചേക്കണ വര ഒന്നിലും മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ കയറ്റിയോ ഇറക്കിയോ വരച്ച് നമ്മൾ രണ്ടാമതും അടയാളപ്പെടുത്തി നോക്കിയിട്ട് വേണം നമുക്ക് ആം ഹോള് ക്ലിയർ ചെയ്യാനായിട്ട്. ഈ ആം ഹോള് കറക്റ്റ് ആയിട്ട് നമ്മൾ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. അത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ ബോഡിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിടക്കും.
നമ്മൾ ചില സീരിയലിലും സിനിമയിലും ഒക്കെ ചിലരുടെ ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇവിടെ ഒട്ടും ചുളിവില്ലാത്ത രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ്. പിന്നെ നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി, ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ബ്രസ്റ്റിന്റെ അളവ് അടയാളപ്പെടുത്തണം. മിഡ് വേസ്റ്റ് റൗണ്ട്, അതായത് ഷേപ്പിന്റെ ഭാഗം. ഇപ്പൊ മുകളിൽ നിന്ന് എന്തോരാണ് ഇറക്കം, ഷോൾഡറിന്റെ അവിടെ നിന്ന് എന്തോരാണ് ഇറക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെടുത്ത് വേണം അടയാളപ്പെടുത്തണം. പിന്നെ വേസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് വയറുള്ളവര് വേസ്റ്റ് റൗണ്ട് എപ്പോഴും എടുക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വയറ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് കിടക്കും. അപ്പൊ വേസ്റ്റ് റൗണ്ട്, ഹിപ്പ്. അത് കഴിഞ്ഞ് ബാക്കി ഇവിടുന്ന് നമ്മൾക്ക് എന്തോരം തുണി, ഇത് ലൈനിങ് തുണി ആയതുകൊണ്ട് ഈ ഒരു അളവിൽ എടുത്തു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റിന് ഹിപ്പിലേക്ക് വരയ്ക്കുന്ന ഈ ചെരുവില്ലേ, ആ ഒരു ചെരുവ് പ്രകാരം നമ്മൾ അങ്ങോട്ട് താഴേക്ക് കൂട്ടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി താഴ്ഭാഗം ഇത് ലൈൻ തുണി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മേലോട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെരിച്ച് അങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യും. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത്, ഞാൻ വളരെ സിമ്പിൾ മെത്തേഡ്, ഇതിൽ പേപ്പർ ക്യാൻവാസോ അല്ലെങ്കിൽ പേപ്പർ ഷീറ്റൊന്നും ഉപയോഗിക്കാണ്ടാണ് ഞാൻ നെക്ക് അടയാളപ്പെടുത്തുന്നത്. അപ്പൊ അത് അങ്ങനെ ആയതുകൊണ്ട് ലൈനിങ് തുണിയിൽ തന്നെ ഞാൻ നെക്കും കൂടി വരച്ച് കാണിക്കുകയാണ്. ഇവിടെ എനിക്ക് 1/2 ഇഞ്ച് ഷോൾഡറുകൾ മറച്ചടിക്കാൻ, ഇപ്പൊ ലൈനിങ് തുണി വെച്ച് മറച്ചാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു 1/2 ഇഞ്ച് എനിക്ക് മറച്ചടിക്കാൻ വേണ്ടി പോകും. അപ്പൊ എനിക്ക് ഇവിടെ നെക്ക് വേണ്ടത്, എനിക്ക് നെക്കല്ല ഷോൾഡർ സ്റ്റാപ്പ് വേണ്ടത് എനിക്ക് 2 ഇഞ്ചാണ്. അപ്പൊ 2 ഇഞ്ച് വീതിയിലാണ് എനിക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ എന്റെ നെക്ക് വെടുത്ത് എന്ന് പറയുന്നത് 3.25 എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ നെക്ക് വെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോരാണ് നെക്ക് വെടുത്ത് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷോൾഡറിന്റെ അവിടെ ഷോൾഡർ സ്ട്രാപ്പ് അല്ലെങ്കിൽ ഷോൾഡർ ടിപ്പ് എന്നൊക്കെ പറയും, അത് നിങ്ങൾ എത്ര ഇഞ്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അതിനോട് തുണി ഞാൻ മറിച്ചാണ് അടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 1/2 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് 2 ഇഞ്ച് വേണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഭാഗം ഞാൻ നെക്ക് വെടുത്തായിട്ട് എടുക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, അടുത്ത വീഡിയോയിൽ ഞാനത് ക്ലിയർ ആക്കി തരാം. എന്നിട്ട് ഞാനിത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കുകയാണ്. എപ്പോഴും എൽ സ്കെയിൽ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. അതാവുമ്പോ നമുക്ക് ഈ വരയ്ക്കാനുള്ളിടത്ത് ഈ ഭാഗം കറക്റ്റ് ആയിട്ട് ഇവിടേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടയാളപ്പെടുത്താൻ സാധിക്കും. മനസ്സിലായില്ലേ? ഉണ്ടാ 2.5 ഇഞ്ച് തന്നെ എനിക്ക് ഇവിടെയും കിട്ടി. എന്നിട്ട് ഞാൻ ഫ്രണ്ട് നെക്ക് ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. കാരണം ഞാല് വി നെക്കാണ്. നമ്മള് സാധാരണ കൊടുക്കുന്ന നെക്കിനേക്കാളും 1 ഇഞ്ചിന് 1.5 ഇഞ്ചോ സാധാരണ കൂടുതൽ വി നെക്കിന് കൊടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ താല്പര്യപ്രകാരമാണ്. ഞാനിപ്പോ വി നെക്കിന് ഒരു 7 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. അപ്പൊ ഞാനിതിന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുക്കണതേ. ഇതാണ് സിമ്പിൾ മെത്തേഡാട്ടോ ഞാൻ ചെയ്യുന്നത്. വി നെക്ക് വരച്ചു. ഇതിപ്പോ ഫ്രണ്ട് നെക്കാണ്. ബാക്ക് നെക്കാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ കാട്ടിത്തരാണ്. ബാക്ക് നെക്ക് ആണെങ്കിൽ ബാക്ക് നെക്ക് നമ്മൾ എത്ര ലെങ്ത് എത്ര കൊടുത്തേ? 3 ഇഞ്ചാണ്. 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അതും ഇതേപോലെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഞാൻ ബാക്ക് ഞാൻ റൗണ്ടാണ് കൊടുക്കുന്നത്. ഒന്നിന് നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരയ്ക്കുക, ഇല്ലെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെറിയ റൗണ്ട് മതിയെങ്കിൽ ചെറിയ റൗണ്ട്, ഇനി വലിയ റൗണ്ട് വേണമെങ്കിൽ വലിയ റൗണ്ട്, എങ്ങനത്തെ റൗണ്ടാണ് നിങ്ങൾ ബാക്കിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ ബാക്കിൽ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കാണ്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്യാണ്.
ഇവിടെ ബാക്ക് ആം ഹോൾ ആണ് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് അല്ലേ. നമുക്ക് ഇനി ഫ്രണ്ട് ആം ഹോൾ അടയാളപ്പെടുത്താനുണ്ട്. അതിന് ഇതിൽ തന്നെ നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ അതിന് എളുപ്പ മാർഗമാണ് ഇപ്പം പറയുന്നത്. അത് ബോർഡിൽ നിന്ന് അളവ് എടുത്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അത് ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ അത് ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 ഇഞ്ച് എവിടെ വരണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ 5 ഇഞ്ച് ഇറക്കം നമ്മൾ ഈ ഷോൾഡറിന് ഇങ്ങോട്ടേക്ക് വരുന്നത്. കണ്ടില്ലേ? അവിടെ നമ്മൾ ബാക്ക് ആം ഹോൾ നമ്മൾ വരച്ചേക്കണില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് എവിടെ വരുന്നത് നോക്കാം. കണ്ട, ഇവിടെയാണ് 1/2 ഇഞ്ച് വരുന്നത്. ഒന്നെങ്കിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ബോഡിയിൽ നിന്ന് എടുത്തേക്കണ പോയിന്റ്, ആ പോയിന്റും ഈ വരച്ചേക്കണ ഈ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണ ഈ വരയില്, ഈ വരയിലേക്ക് വേണം വരാൻ. ഫ്രഞ്ച് കർവ് വെച്ച് വരയ്ക്കുമ്പോ ഇതൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് വരും, ഇവിടെ ഒരു പോയിന്റ് വരും. ആ 2 പോയിന്റുകൾ തമ്മിൽ ആദ്യം ഇങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ വരച്ചേക്കണ അങ്ങോട്ടേക്ക് കൂട്ടി വരയ്ക്കാം. ഇതിങ്ങനെ വരും. മനസ്സിലാവണുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മേലേന്ന് ഇങ്ങനെ തുടക്കത്തിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു കർവോട് കൂടി ഈ പോയിന്റിൽ ആദ്യം മുട്ടിക്കാം. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബോർഡിൽ നിർത്തേണ ആദ്യത്തെ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ 7.9 കിട്ടിയത്, അതിലേക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഇതെന്താണ്? ഇത് ഫ്രണ്ട് ആം ഹോളാണ്, ഇത് ബാക്ക് ആം ഹോള്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ടും ബാക്കും ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ താഴേന്ന് മുകളിലേക്കാണ് ഇപ്പൊ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വര ഇവിടത്തോളം വരെ വരച്ചിട്ടുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് വരുന്തോറും ഇവിടെ 1 ഇഞ്ച് എന്നുള്ളത് പോയി 1/2 ഇഞ്ച് 1/4 ഇഞ്ച് എന്ന രീതിയിലേക്ക് വരും. ആദ്യം തന്നെ നമ്മൾ ബാക്ക് ആം ഹോൾ ആണ് വെട്ടിയെടുക്കുന്നത്. ബാക്ക് ആം ഹോളും വെട്ടിയെടുത്തു. കണ്ടില്ലേ? ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ ഇനിയിപ്പോ ഇതിനെ ബാക്ക് ആയിട്ട് എടുത്തിട്ട് ഞാൻ മാറ്റാണ്. കാരണം ഫ്രണ്ട് ആം ഹോള് ഞാനിപ്പോ ഇതിൽ അടയാളപ്പെടുത്തിയേക്കണ കാരണം ഞാനിപ്പോ ബാക്ക് ആം ഹോള് നമ്മൾ കട്ട് ചെയ്തത് മാറ്റി വെച്ചു. കണ്ടില്ലേ? എന്നിട്ട് ഞാനിവിടെ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തെടുക്കാണ്. ഇത്ര ഭാഗം മാത്രമാണ് നമ്മളിപ്പോ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത്. ഞാനത് വെച്ച് കാട്ടിത്തരാം. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്, നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ്. രണ്ടും ഒപ്പത്തിനൊപ്പം ഞാനിങ്ങനെ വെച്ചു. കണ്ട വ്യത്യാസമുണ്ട്. ഇത്ര ഭാഗം മാത്രമാണ് നമ്മള് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത്. കണ്ടില്ലേ? ഇനി ചെയ്യാനുള്ളത്, ഞാൻ സിമ്പിൾ മെത്തേഡിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ഈ വരച്ചേക്കുന്ന നെക്ക് ഉണ്ടല്ലോ, ഞാനത് ഒന്നും കൂടിയും ഡാർക്കാക്കി വരയ്ക്കുകയാണ്. ഈ വി നെക്കിനെ ഒന്നും കൂടിയും ചോക്ക് എടുത്ത് ഒന്നുകൂടി നന്നായിട്ട് തെളിയിച്ച് വരച്ചു. എന്നിട്ട് കണ്ടില്ലേ, ഇപ്പുറത്തെ സൈഡിലേക്ക് ഞാൻ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു. ഇത് ലൈനിങ് തുണിയാണ്. ഇങ്ങനെ കൈയോണ്ട് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. കണ്ട, ആ വീനേക്ക് എനിക്ക് ഇപ്പുറത്ത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ് കറക്റ്റ് ഇല്ലേന്ന്. സെന്ററിൽ നിന്ന് 3.5 വരും. ഇവിടെയും കറക്റ്റ് ആയിട്ട് 3.5 തന്നെ വന്നിക്കുന്നുണ്ട്. ഇതേ ഇവിടെ ഇത് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഇവിടെ എത്ര വരും? 2.5 ഇഞ്ച് വന്നില്ലേ? 2.5 ഇഞ്ച് ഉണ്ട്. 2.5 ഇഞ്ച് ഇവിടെ കിട്ടണമെന്ന് വെച്ചാൽ അതും കിട്ടുന്നുണ്ട്. കറക്റ്റ് ആണ്.
ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ കൂട്ടി വരച്ചു. കണ്ട വീനക്കായി ഇത് കണ്ടില്ലേ? ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇതിപ്പോ വീനക്കായി. ഇനി നമുക്ക് റൗണ്ട് നെക്ക് വരയ്ക്കേണ്ട ബാക്കില്. ഇതിലിപ്പോ ഓൾറെഡി നേരത്തെ വരച്ചതിന്റെ ചെറിയൊരു മാർക്കിംഗ് കിടക്കുന്നുണ്ട്. അതൊന്നുകൂടിയും തെളിയിച്ച് വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചു. അതായത് മേലേന്ന് താഴേക്ക് നമ്മൾ 3 ഇഞ്ചാണ് ഇറക്കം. ബാക്ക് നെക്കിലേക്ക് 3 ഇഞ്ചാണല്ലോ, അതാണ് ഈ കൊടുത്തേക്കുന്നത്. ചെറിയൊരു കേർവ് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ചെറുത് വേണമെങ്കിൽ ചെറുത് കൊടുക്കാം, ഇനിയിപ്പോൾ വലിയ കേർവ് വേണമെങ്കിൽ വലിയ കേർവ് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതെന്തായി? ഇത് ബാക്കായി. നേരത്തെ പോലെ തന്നെ ഞാൻ തുണി പുറത്തേക്ക് മറിച്ചിട്ടു. കൈകൊണ്ടൊന്നിങ്ങനെ പിഴിഞ്ഞു കൊടുത്ത്. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. കണ്ട നമുക്ക് കറക്റ്റായിട്ട് എനിക്കിവിടെ വന്നേക്കണ കണ്ട. നോക്കി നമുക്കിവിടെ നെക്ക് എത്ര വന്നു? കണ്ടില്ലേ? ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്നത് ലൈനിങ് തുണിയിലാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നല്ല തുണിയും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ നല്ല തുണി. നല്ല തുണിയുടെ മുകളിലേക്ക് ഞാൻ ലൈനിങ് തുണി വെക്കാണ്. ലൈനിങ് തുണി എപ്പോഴും നല്ല തുണിയുടെ സെയിം കളർ തന്നെ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോ ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എപ്പോഴും നല്ല തുണിയുടെ സെയിം കളർ തന്നെ വേണം നമ്മൾ ലൈനിങ് തുണി എടുക്കാനായിട്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇറക്കം വേണ്ടത് 46 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കം 47. ഞാൻ 47 ഇഞ്ച് വരത്തക്ക രീതിയിൽ താഴേന്ന് മേളിലേക്കാണ് വെക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ വെക്കണം. എന്നാലാണ് 47 ഇഞ്ച് എനിക്ക് നല്ല തുണിയിൽ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ലൈനിങ് തുണി എപ്പോഴും 1/2 ഇഞ്ച് അല്ല, ലൈനിങ് തുണി എപ്പോഴും ഒരു 2 ഇഞ്ചെങ്കിലും കുറവ് എപ്പോഴും ലൈനിങ് തുണി വേണം. നമുക്ക് ആവശ്യം എത്രയാണ്? 46 ഇഞ്ചാണ് ആവശ്യം. തയ്യൽ തുമ്പടക്കം 47 ഇഞ്ച് വരും. ഞാൻ താഴ്ഭാഗത്തു നിന്നാണ് അളക്കണേ. താഴ്ഭാഗത്ത് നിന്ന് 47 ഇഞ്ച് പിടിച്ചിട്ടുണ്ട് ഇവിടെ വരും. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കാണ്. കട്ട് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഇങ്ങോട്ട് നീക്കിയിട്ട് കട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു വ്യത്യാസം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഇവിടെ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ഒരു 1/4 ഇഞ്ചെങ്കിലും കുറഞ്ഞത് നീക്കി കട്ട് ചെയ്യാം. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇവിടെയാണല്ലോ നമ്മുടെ ഹിപ്പ് വരുന്നത്. എവിടെയാണ് ഹിപ്പ് ലെങ്ത്? നമുക്ക് 20 ഇഞ്ച് അല്ലേ? ഇവിടെയാണ് നമ്മുടെ ഹിപ്പ് ലെങ്ത് വരുന്നത്. ഇത് വേസ്റ്റ്, ഇത് മിഡ് വേസ്റ്റ്, ഇത് ഹിപ്പ്. നമ്മള് ലൈനിങ് തുണി കട്ട് ചെയ്തത് ഹിപ്പ് ഉണ്ടല്ലോ, ഹിപ്പ് ഇവിടെ വന്നേക്കണേ. ഹിപ്പിന്റെ ലെവലിലേക്ക് ആണ് നമ്മൾ ലൈൻ തുണി കട്ട് ചെയ്തത്. കാരണം നമുക്ക് അത്രയും ലൈൻ തുണി ഉണ്ടായുള്ളൂ. നമുക്ക് നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ കട്ട് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത്. വേസ്റ്റിന്റെ ആ ലെവലിലേക്ക് വെച്ച് നമുക്ക് ഭയങ്കരമായിട്ട് വൈഡായിട്ട് എടുക്കരുത്, അപ്പൊ ചുരുണ്ട് കിടക്കും. ചെറിയൊരു ഫ്ലെയർ കിട്ടത്തക്ക രീതിയിൽ ഈ സ്കെയില് വയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്നിങ്ങി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായോ? അതൊരു മെത്തേഡ്. രണ്ടാമത്തത് മിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഷേപ്പിന്റെ അവിടെ നിന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ മിഡ് വേസ്റ്റിന്റെ അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റിന്റെ ഹിപ്പിന്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് കിട്ടാണ്ട് മിഡ് വേസ്റ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വിരിഞ്ഞു കിടക്കും.
അതായത് ഇങ്ങനെയാണല്ലോ നമ്മുടെ ബോഡി വരുന്നത്. ഇതാണ് നമ്മുടെ മിഡ് വേസ്റ്റ്. ആദ്യത്തെ മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഇവിടെ വേസ്റ്റ് വരും, ഇവിടെ ഹിപ്പ് വരും. ഹിപ്പിന്റെ അവിടെ നേ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കും. ഇനി അതാവുമ്പോ വെച്ചാല് വേസ്റ്റും ഹിപ്പും വെച്ചുള്ള ഈ ഒരു അളവ് പ്രകാരം നമ്മള് വരയ്ക്കുകയാണെങ്കിൽ, പിന്നത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ചാല് മിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഈ മിഡ് വേസ്റ്റിന്റെ അവിടെ നേ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്ത് നമുക്ക് വരയ്ക്കാം. അതാവുമ്പോ മിഡ് വേസ്റ്റിന്റെ ഇവിടെ നിന്നാണ് അളവെടുക്കുക. ആദ്യത്തെ മെത്തേഡ് പറഞ്ഞേക്കണ പ്രകാരമാണെങ്കിൽ ഈ വേസ്റ്റിന്റെ ഹിപ്പിന്റെ അവിടെ നിന്നാണ് അളവെടുക്കുക. രണ്ട് രീതിയിൽ എടുക്കാം. മിഡ് വേസ്റ്റിന്റെ അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വയറുള്ളത് നമുക്ക് അറിയില്ല. വയറ് ഉള്ളവരുടെ കേസാ പറയണേ, വയറുള്ളവരുടെ അറിയില്ല. ഇനി കുറച്ച് ഷേപ്പിലൊക്കെയാണ് നമ്മൾക്ക് ഇപ്പൊ ഈ കിടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹിപ്പിന്റെ അവിടെ നിന്ന് നമ്മൾ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് ഓരോരുത്തരുടെ താല്പര്യപ്രകാരം ചെയ്യാവുന്നതാണ്. മിഡ് വേസ്റ്റിന്റെ അവിടെ നിന്ന് ഞാനിപ്പോ ചെയ്ത് കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ മിഡ് വേസ്റ്റ് വരുന്നത്. ഇവിടുന്ന് സ്കെയില് വെച്ച് ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ വെച്ചാല് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ടെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. അംബ്രല്ല സ്കേർട്ടൊക്കെ വരുമ്പോഴാണ്, അംബ്രല്ല ഫ്രോക്കൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഭയങ്കര ഫ്ലെയർ ആയിട്ടുള്ള രീതിയിൽ എടുക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ സ്കെയില് സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഈ അടിഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇഞ്ചെങ്കിലും കുറഞ്ഞത് കൊടുക്കുക. 2 ഇഞ്ച്, ചിലർ 4 ഇഞ്ച് വരെ കൊടുക്കുന്നവരുണ്ട്. ഇതിപ്പോ ഏകദേശം ഇവിടുന്ന് ഒരു 3.5 ഇഞ്ചോളം വന്നിട്ടുണ്ട്. ഇതിപ്പോ 2 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരും. അപ്പൊ അല്ലെങ്കിൽ ത്രികോണ ഭാഗം മാത്രം ഞാൻ തുന്നി പിടിപ്പിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു കോർണറിൽ വരത്തക്ക രീതിയിൽ ഞാൻ ഇതിനിങ്ങനെ വരയ്ക്കുകയാണ്. അതെ, ഇവിടുന്ന് ഈ ഒരു കോർണറിലേക്ക്, കാരണം എനിക്ക് താഴേന്ന് 2 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്, അല്ലെങ്കിൽ 3.5 ഇഞ്ച് കൊടുക്കണം. 2 ഇഞ്ചിൽ ഞാനത് കൊടുക്കാണ്. സ്കെയില് വെച്ച് നമ്മളിങ്ങനെ ഈ സ്കെയിലെടുത്ത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഈ വരയുണ്ടല്ലോ, അത് അടിവശം സ്ട്രെയിറ്റ് ആയിട്ടല്ല പോണേ, അതിന്റെ ഏത് ഭാഗത്താണ് ഇനി ചെരിച്ച് വെച്ച് വെക്കുമ്പോൾ പാരലായിട്ട് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക്. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാല് അടിഭാഗം സ്ട്രെയിറ്റ് അല്ലേ, അതിന്റെ മിഡ് പോയിന്റ് കാണാം. ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ് ഇവിടെ വരും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെറിയൊരു സ്ലോപ്പ് പോലെ കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടുന്നേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വരച്ച് ചെറിയൊരു കേർവോട് കൂടി ഇങ്ങോട്ട് കൊടുക്കാം. ഇങ്ങനെ കടന്നോളൂ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം താഴ്ഭാഗത്ത് നിന്ന് തന്നെ കട്ട് ചെയ്യാണ്. ഞാനിപ്പോ ഇതിൽ 1.5 ഇഞ്ച് എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പൊ 2 ഇഞ്ചാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ത്രികോണം മാത്രമായിട്ട് ഞാനിപ്പോ തയ്ച്ച് പിടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ അങ്ങനെ ചെയ്തത്. ഇവിടെ ഒരു 1/4 ഇഞ്ചോളെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ടാണ് നല്ല തുണി കട്ട് ചെയ്യാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. കണ്ടില്ലേ, ഇത്ര മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. ഇതെന്തായി, ഇത് നമ്മൾ ബാക്ക് ഭാഗമാണ് കട്ട് ചെയ്തേക്കണേ, ഫ്രണ്ട് ഞാൻ കട്ട് ചെയ്യണില്ല. ഇപ്പൊ എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.